ഒരു സാധനം കാലേന്ന് പെരുത്ത് കയറിയത് കണ്ടോ? കാണുന്നുണ്ടോ? കിട്ടിയോ? അത് കിട്ടാത്തവരൊന്നുകൂടെ പിടി 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 അട്ടി 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 പറഞ്ഞോ. ദീപു പിടിപ്പിച്ചു. ദീപു നമസ്കാരം, ഞാൻ നിങ്ങളുടെ വോയിസ് ഓഫ് മലയാളി ജെറിനാണ് സംസാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ എനിക്കൊരു 10 മിനിറ്റ് സമയം എന്നെ കേൾക്കാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു നല്ല മോട്ടിവേഷൻ തരാം. വേറൊന്നും കൊണ്ടല്ല, ഇതൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്. പേര് അനിൽ ബാലചന്ദ്രൻ. കോഴിക്കോട് ഒരു മോട്ടിവേഷൻ സ്പീക്കറെ വിളിച്ച് അത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്ന പോലെ കുറച്ച് ബിസിനസ് മാഗ്നറ്റുകളാകാൻ വേണ്ടി കുറച്ച് സംരംഭകർ ചേർന്ന് കൊണ്ട് ഉണ്ടാക്കി വിളിച്ചു വരുത്തിയാണ് ഇവനെ. 4 ലക്ഷം രൂപ ഇവൻ്റെ അക്കൗണ്ടിലോട്ട് തള്ളി കൊടുത്തിട്ടാണ് ഇവനവിടെ മോട്ടിവേഷൻ സംസാരിക്കാൻ വേണ്ടി വിളിച്ചത്. ഇവനവിടെ വന്ന് കൊടുത്ത മോട്ടിവേഷൻ അല്ല, മൂട്ടിൽ വിഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ തുടക്കം മനസ്സിലാവും. എന്തുകൊണ്ടാണ് ആളുകൾ പ്രകോപിതരായതെന്നും അല്ലെങ്കിൽ ഇവനെ എടുത്തിട്ട് ചാമ്പാനായിട്ട് പോയത്. പക്ഷേ അവിടുത്തെ മാന്യമായ വ്യക്തികൾ അവനെ തല്ലാതെ പറഞ്ഞു വിട്ടു എന്നുള്ളത് ഇവൻ്റെ മുൻജമ്പ സുഹൃതമായിട്ട് കണക്കാക്കണം. ഇവൻ്റെ അത് കഴിഞ്ഞ് ഞാൻ ഇവൻ്റെ കുറേ മോട്ടിവേഷണൽ സ്പീക്കർ എന്താണെന്ന് ഇവനെ കാണും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരുത്തിനെ കാണുന്നത്. ഇതുപോലത്തെ ഒരു വേട്ടാവളിയനെ മോട്ടിവേഷൻ സ്പീക്കർ ആണ് എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതം തോന്നുന്നു. കാരണം വേറെ ഒന്നല്ല, ഞാൻ എങ്ങാനും ഉണ്ടായിരുന്നത് സ്റ്റേജ് ആയിരുന്നെങ്കിൽ ഇവനെ തല്ലിപ്പോയേനെ. അത്രയും മോശമായിട്ടാണ് ഇവൻ സംസാരിക്കുന്നത്. ഇവൻ്റെ സംസാര രീതി മോശമായതുകൊണ്ടും അത് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും ചിലപ്പോൾ ഇവനെ അങ്ങനെ രീതിയിലാക്കി. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പറയാം. പിന്നെ ഇവൻ്റെ ഇതിന് മുമ്പുള്ളൊരു സാധനമുണ്ട്, നിങ്ങൾ ചിരിച്ച് മരിക്കാൻ നിങ്ങൾക്കിടയായാൽ ഞാനും എൻ്റെ പേജും ഉത്തരവാദികളായിരിക്കില്ല. തുടക്കം കണ്ടോളൂ. ഇത്രയോ ചാടത്തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ, ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? ബിസിനസ്സുകാരെ എന്തിനാണ് തെണ്ടി എന്ന് വിളിക്കുന്ന ആരാണ് ചോദിച്ചതെന്നറിയില്ല. അങ്ങനെ ഒരു ചേട്ടൻ അല്ല ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ചോദിച്ചപ്പോഴാണ് ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടിരുന്നവരുടെ പോലും ഉള്ളിൽ മനസ്സിലായത്, ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച പട്ടിയാണല്ലോ ഞങ്ങളെ കടിക്കാൻ നോക്കുന്നത് എന്നറിഞ്ഞപ്പോഴാണ് അവർ പ്രതികരിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കുന്ന വേറൊന്നല്ല, മോട്ടിവേഷൻ സ്പീക്കറുടെ മോട്ടിവേഷൻ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാക്കിയ കാശ് എടുത്ത് ഒരുത്തിന് കൊടുത്തിട്ട് അവൻ നിങ്ങളെ പഠിപ്പിക്കാൻ വരുമ്പോൾ സ്കൂളിൽ നമ്മൾ അങ്ങോട്ടേക്ക് വിദ്യാഭ്യാസം പകർന്നു തരാൻ വേണ്ടി സാറേന്ന് വിളിച്ച പോലെയല്ല. ഇത് നമുക്ക് ഇവൻ്റെതായ സ്കിൽ എന്തെങ്കിലും തരുമെന്നറിയാൻ നമ്മൾ അധ്വാനിച്ച കാശിൻ്റെ ഒരു അംശം, അതായത് ബിസിനസ്സുകാരൻ്റെ വേർപ്പ് നക്കിയ 4 ലക്ഷം രൂപ 1 മാസം മുമ്പ് അവൻ ആത്മാർത്ഥമായി പറയുന്നുണ്ട്, എനിക്കൊരു മാസം മുമ്പ് കിട്ടിയത് കൊണ്ടല്ലേടാ നീയൊക്കെ വെയിറ്റ് ചെയ്ത് 1 മണിക്കൂർ ഇരുന്നതെന്ന് പറയുമ്പോൾ അതവൻ്റെ അഹങ്കാരമാണ്. തിന്നിട്ടവൻ്റെ എന്താ പറയുക, എല്ലിൻ്റെ ഇടയിൽ കയറിയൊരു സാധനമുണ്ട്. അതാണ് അവനാ പറഞ്ഞത്, നീയൊക്കെ അനുഭവിച്ചു, നീയൊക്കെ ചെയ്തു. കാരണം പറഞ്ഞില്ല, ഇവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ട് തള്ളിക്കയറില്ല. എത്ര 5000 പേര് വരുമെന്ന് പറഞ്ഞു, ലക്ഷമില്ലോട്ടെ, ആയിരക്കണക്കിന് ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. ആള് കുറവായപ്പോൾ ഇവൻ അങ്ങോട്ടേക്ക് ഇവൻ്റെ മോട്ടിവേഷൻ തള്ളാൻ ചെല്ലത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ ഡിലേ ചെയ്തു. പക്ഷെ സംഘാടകർക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ? അവർ ആ പരിപാടി ചാട്ടിയത് അവർ വിളിച്ചു വരുത്തി, അവരുടെ അതിഥികളുള്ള സ്ഥലമുണ്ട്, അവർ പോയി ഇവൻ്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞു, നീ വാ സംസാരിക്കൂ. ഇവർ പറയാവുന്ന പല ആൾക്കാരെ കൊണ്ട് ഇവർ വിളിപ്പിച്ച് പറയിച്ചു, ഒന്ന് വന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഇവൻ ചെന്നിട്ട് അവൻ്റെ മറ്റേ കുരു പൊട്ടിയിട്ട് ആ 4 ലക്ഷം രൂപ തിന്നതിൻ്റെ എല്ലിൻ്റെ ഇടയിൽ കിടക്കുന്ന സാധനം തള്ളിക്കയറി വന്നതാണ്. അവിടെ നിന്ന് സംഘാടകരോടുള്ള അവൻ്റെ അമർഷം അവൻ കാണിച്ചു. ഇതിന് പിറകിൽ വേറൊരു കാര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഉണ്ടെങ്കിൽ പോലും അത്രയും ഇരിക്കുന്ന ജനസമൂഹത്തിൻ്റെ മുന്നിൽ അല്ല, ഇൻഡിവിജ്വലായി ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ സംസാരിക്കും. എനിക്കും ഉണ്ടാവും, ചിലപ്പോൾ എൻ്റെ സീനിയേഴ്സിനോടോ എൻ്റെ മാനേജറിനോടോ എൻ്റെ ഓണറിനോടോ. പക്ഷെ അത് ഞാൻ എൻ്റെ സ്റ്റാഫിനോടല്ല കാണിക്കേണ്ടത്, ഇല്ലേ? ഞാൻ പറഞ്ഞത് എൻ്റെ സ്ഥാപനത്തിലുണ്ടെന്നല്ല, പലയിടത്തും അങ്ങനെ ഉണ്ട്. ഞാനും പല കമ്പനികളിൽ വർക്ക് ചെയ്തൊരു വ്യക്തി. അപ്പം നമ്മുടെ വിഷമം കാണിക്കേണ്ടത് നമ്മൾ മറ്റുള്ളവൻ്റെ മുഖത്ത് കുതിര കയറിയിട്ടല്ല എന്ന് നീ അടക്കമുള്ള മോട്ടിവേഷങ്ങൾ മനസ്സിലാക്കണം. ഇത് കണ്ടപ്പോഴാണ് ഇവൻ്റെ ഞാനൊരു ചോദിച്ചു, എന്താണ് ഇവനൊന്ന് മനസ്സിലാക്കണം, ഇവനെപ്പറ്റി സംസാരിക്കും. ഇവൻ്റെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ഒന്ന് കാണാനിടയായി. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ വന്നു. അപ്പോൾ ഇവനെ പോലുള്ളവരെയൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് വരേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ അവൻ്റെ ലെവലിലോട്ട് താന്നു പോകാൻ അത്രയും പറ്റാത്തതുകൊണ്ട് ഒരല്പം
ഇപ്പം ഇരിക്കുന്ന ലെവലിൽ നമ്മളൊന്ന് താന്ന് ഇവന് വേണ്ടി സംസാരിച്ചു. അപ്പോൾ എന്നൊരു ഇതൊന്ന് കേട്ട് നോക്കുക നിങ്ങൾ, കേട്ടല്ലോ. അവൻ്റെ മോട്ടിവേഷൻ വേറെ എവിടെ നടത്തുന്നതാണ്. ഞാൻ ഈ ചാട്ടം ഇവിടെ നിന്ന് ചാടുന്ന കണ്ടോ, രാവിലെ തൊട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതിന്റെ പേരാണ് എൻ്റെ പവർ മൂവ്. എന്താണ് പവർ? ഈ ചാട്ടം ഇങ്ങനെ ചാടും തോറും എനിക്കിങ്ങനെ എനർജി കയറിക്കൊണ്ടേയിരിക്കും. ഈ സമയത്ത് എന്നെ തോപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ചാട്ടം ചാടിയിട്ട് കാര്യമില്ല, ഇതെൻ്റെ എനർജിയാണ്. ഇവൻ ഇങ്ങനെ ഇരുന്ന് ചാടിയിട്ട് ഞാനും ഇരുന്ന് ചാടിയിട്ട് അവൻ പറയും അവൻ്റെ എനർജി ഉള്ളു, എനിക്ക് എനർജി ഇല്ല ഇതുള്ളൂ. അപ്പം ഞാൻ ചാടിയത് വെറുതെ ആയിട്ട് ഓട്ടെ, ബാക്കിയാക്കാം. ഇത് എൻ്റെ പവറും. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പവർ മൂവുണ്ട്. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാൻ പിടിച്ചേ, സ്പീഡിൽ അടിക്കണം, പക്ഷേ കൈ തമ്മിൽ കൂട്ടിമുട്ടരുത്. ഇതായിരിക്കണം, കൈ തമ്മിൽ കൂട്ടിമുട്ടരുത്. അടി 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 അടി. ഈ സാധനം ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ആ സിനിമയുടെ അവസാനം പറഞ്ഞത് എന്താ, ഇതൊന്ന് കണ്ടു നോക്കി, ഇതല്ലേ സാധനം. കോഴിക്കോടുകാര് ഇങ്ങനെ അടിച്ചപ്പോൾ അതിനിടയിൽ ഇവൻ്റെ തല വരാതിരുന്നത് ഭാഗ്യമായിട്ട് കണ്ടാൽ മതി. കാരണം ഞാനെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഈ മോട്ടിവേഷൻ എൻ്റെ തലയ്ക്ക് ഇനി ഇതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ. സുപ്രധാനമായ ചില കാര്യങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കാം. എനർജി ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടോ? ദയവ് ചെയ്ത് ഇനി പറയുന്നത് കണ്ണടച്ചു പിടിച്ച് കേൾക്കരുത് കേട്ടോ. കണ്ണടച്ചു പിടിച്ച് നിങ്ങളൊന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ കുഷിയിലെ സോങ് ബാറ്റിലാണ് മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഇടേണ്ടത്. ഒന്ന് നിർത്തിക്ക്, ഞാനൊന്ന് കോൺസെൻട്രേറ്റ്. ഒരു സാധനം കാലേന്ന് പെരുന്ന് കയറിയത് കണ്ടോ? കാണുന്നുണ്ടോ? കിട്ടിയോ? അത് കിട്ടാത്തവരൊന്നുകൂടെ പിടിച്ച് പിടി 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 അട്ടി 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 അട്ടി. പറഞ്ഞോ ദീപു പിടിപ്പിച്ചോ. ഇതിന്റെ പേരാണ് പവർ മൂവ്. എന്താണ് പവർ മൂവ്? മാത്രം അറിഞ്ഞാ പോരാ, മൊത്തം ബോഡി അല്ലേ, നാഡീ ഞരമ്പുകൾ വരിഞ്ഞു മുറുകണം എന്ന് പറഞ്ഞ പോലെ മുറുകട്ടെ. ഇതൊന്നും കണ്ണടച്ചു പിടിച്ച് കേൾക്കല്ലേ, മൊത്തം ഞാടി ഞരമ്പ് പിടിക്കണമെന്നാ ദീപു പറയണേ. നോക്കട്ടെ, മുറുകി. എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പൊ ആന കുത്താൻ വന്നാലും നമ്മൾ ഒരു കൈ പിടിച്ച് നിൽക്കും. ഈ നേരത്തൊക്കെയാണോ ആനയെ വരുന്ന കുത്താൻ? ഇതാണ് ഇവൻ്റെ മോട്ടിവേഷൻ. ഇതിലും തറയായിട്ട് നമുക്ക് ഇതിനെയൊക്കെ എടുത്ത് ഉദ്ധരിക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിലോ കാര്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ നമ്മളിലോട്ട് ആദ്യം നോക്കുക. കാരണം നമ്മുടെ മോട്ടിവേഷൻ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. നമ്മളെ സന്തോഷിക്കണോ സങ്കടപ്പെടണോ ചൂസ് ചെയ്യേണ്ടത് നമ്മളാണ്. അത് കാശ് കൊടുത്ത് ഇമാതിരി കടിക്കണ പട്ടികളെ മേടിച്ചിട്ട് കടി മേടിക്കരുത്, കേട്ടില്ലേ? ഇത് പല രീതിയിലുണ്ട്. ഭ്രാന്താണ്. ട്രാൻസ് സിനിമയിൽ പറഞ്ഞത് ഇവനൊക്കെ നല്ല മുഴു ഭ്രാന്ത്, അല്ലെങ്കിൽ 4 ലക്ഷം രൂപ കൊടുത്ത് ഇവനെ പോലുള്ളവനെയൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലോട്ട് വിളിച്ചു വരുത്തു. അതും ഇത്രയും മോശമായി മ്ലേച്ഛമായി സംസാരിക്കുന്ന ഒരുത്തിന് നിങ്ങൾ കാശ് കൊടുത്തിട്ട് അവൻ പറയുന്ന കേട്ട് നിങ്ങൾ അവിടെ ഇരിക്കണം. എത്ര ബിസിനസ് ആൾക്കാരാണ് മറ്റേന്ന് ഇങ്ങനെ ഇരുന്ന് ചാടുന്നുണ്ടായിരുന്നു ഈ വീഡിയോയിൽ. ഒന്ന് ആലോചിക്കണം, നിങ്ങളൊക്കെ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി നിങ്ങൾ കാശ് പെട്ടിയിൽ വന്നു, പക്ഷെ നിങ്ങളുടെ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ പോലുള്ള ഒരുത്തരം നിങ്ങൾ മോട്ടിവേഷൻ വിളിക്കും. ഇവൻ മോട്ടിവേഷൻ തന്നിട്ട് ഞാൻ വരുന്നല്ല, പള്ളികളിലാളും ചിലത് പറയില്ലേ 9 ആഴ്ച നിങ്ങൾ വന്ന് ഇവിടെ മെഴുകി എത്തിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളാവും. ഞാൻ ഒരു മതത്തിനെതിരല്ല. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? 9 ആഴ്ച നീ അതിന് പോകുമ്പോൾ 2.5 മാസം ഓൾമോസ്റ്റ് ഇല്ലേ, ആ 2.5 മാസം നിന്റെ പ്രാർത്ഥനയോടൊപ്പം നിനക്ക് ചെയ്യേണ്ട കാര്യം നീ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിന്റെ വിശ്വാസത്തിൽ എന്താ, എനിക്കിത് കിട്ടുമെന്ന വിശ്വാസം നീ പ്രാർത്ഥിക്കുമ്പോൾ, അദൃശ്യമായ ശക്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു ശക്തിയുണ്ട്. നിന്റെ വിശ്വാസം, നിന്റെ കോൺഫിഡൻസ് ആണ് അവിടെ കൂടുന്നത്. ആ കോൺഫിഡൻസ് ആണ് ഇവന്മാർ ഈ മോട്ടിവേഷൻ എന്ന് പറയും. ഇവൻ ഈ കിടന്ന് ചാടിയിട്ട് നിങ്ങൾ ഈ കാശ് കൊടുത്തില്ല, ഇവൻ്റെ ചാട്ടത്തിന് എന്തെങ്കിലും കിട്ടും. അവൻ ചാടി പത തൂറും. പിന്നെ മറ്റേ ആ കുത്താൻ വന്ന ആന വേണം ഇവനെ എടുത്തുകൊണ്ട് ആസ്പത്രിയിൽ പോകാനായിട്ട്. അപ്പോൾ അത്രേ പറയാനുള്ളൂ. കൂടുതൽ ഇങ്ങനെയുള്ളവന്മാരെ ഉണ്ടാവും മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, മോട്ടിവേഷൻ തരുന്നവരുണ്ടാവും. നിങ്ങൾക്ക് മോട്ടിവേഷൻ തരേണ്ടത് നിങ്ങളെ വിശ്വാസമുള്ളൂ, നിങ്ങളെ സ്നേഹിതരെ. ഇങ്ങനെ കാശ് കൊടുത്തുള്ള പട്ടികൾ ഇതേപോലെ കുരയ്ക്കത്തേ ഉള്ളൂ. കടിക്കാൻ വരുമ്പോഴത്തേക്ക് നിങ്ങളെ പോലുള്ള പ്രബുദ്ധരായ ആൾക്കാരെ എടുത്ത് ഉടുക്കും. അപ്പോൾ ആന കുത്താമെന്ന് എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കും. ശരിയാണ്. നന്ദി, നമസ്കാരം. വോയിസ് ഓഫ് മലയാളിക്ക് വേണ്ടി ജെറിൻ സൈനിങ് ഓഫ്. ബൈ. പണി വരുന്നുണ്ടവരാച്ച.